10 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന UDF-നെ നയിക്കാൻ VD സതീശൻ മുഖ്യമന്ത്രിയായ ഒരു സർക്കാർ തിങ്കളാഴ്ച മുതൽ കേരളത്തിന്റെ ഭരണചക്രം ഏറ്റെടുക്കുമ്പോൾ ഘടകകക്ഷികൾക്കും ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന അധികാര പദവികൾ ലഭിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 22 സീറ്റിലും 8 സീറ്റിൽ ജനവിധി തേടിയ കേരള കോൺഗ്രസ് 7 സീറ്റിലും പയ്യന്നൂർ സീറ്റിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ കുഞ്ഞികൃഷ്ണൻ അടക്കം RSP മത്സരിച്ച 4 സീറ്റിലും CMB, RMB, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും പാലായിൽ മാണി സി കാപ്പനും ഉൾപ്പെടെ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ 16ാം നിയമസഭയിൽ 63 MLA-മാരുള്ള കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആരാവണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ തമ്മിൽ നടത്തിയ അവകാശ തർക്കം 102 സീറ്റിന്റെ മിന്നും വിജയം UDF-ന് നൽകിയ ജനത്തോടുള്ള വെല്ലുവിളിയായി മാറുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും മുൻ മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്കായി അവകാശവാദം ഉന്നയിച്ചതും കോൺഗ്രസിന്റെ ശോഭയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചു. 11 ദിനരാത്രങ്ങൾ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ VD സതീശൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് എത്തിച്ചേരേണ്ടി വന്നതിന് പിന്നിൽ ഘടകകക്ഷികളുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും പരിപൂർണ പിന്തുണ VD സതീശന് ഒപ്പമാണെന്ന തിരിച്ചറിവായിരുന്നു. KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹത്തിന് ഹൈക്കമാൻഡ് തടയിട്ടതോടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി രമേശും സതീശും തമ്മിലായി പിന്നീട് മത്സരം. ജനപിന്തുണയിൽ ഏറെ മുന്നിലെത്തിയത് VDയുടെ പേരായി മാറിയതോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സതീശൻ തന്നെ മതിയെന്ന അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. 16ാം നിയമസഭയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയ രമേശ് അനുകൂലികൾക്കും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശന്റെ മുഖ്യമന്ത്രി പദവി തിരിച്ചടിയായി മാറുകയും ചെയ്തു. മുഖ്യമന്ത്രി സതീശനാണെന്ന് ഉറപ്പിച്ചതോടെ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന പ്രഖ്യാപനവുമായി വന്ന രമേശ് ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ സതീശനെ അനുകൂലിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് എറണാകുളം ജില്ലയിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒരു മുഖ്യമന്ത്രി കേരളത്തിന് സ്വന്തമായി. എറണാകുളം മരട് നെട്ടൂർ സ്വദേശിയായ വടശ്ശേരിയിൽ ദാമോദര മേനോന്റെ മകൻ VD സതീശൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച G കാർത്തികേയനാണ് VDയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം G കാർത്തികേയന്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നതും G കാർത്തികേയന്റെ കുടുംബവുമായി അദ്ദേഹത്തിനുള്ള ആത്മബന്ധത്തിന്റെ ഉദാഹരണമായിരുന്നു. AK ആന്റണി, വയലാർ രവി എന്നിവരെയും സന്ദർശിച്ച VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സന്ദർശിച്ച് പിന്തുണ തേടി. രമേശ് ചെന്നിത്തല തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന പിടിവാശിയുമായി അദ്ദേഹം രംഗത്ത് വന്നത് രമേശിന്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചു. താൻ മന്ത്രിയായിരുന്നപ്പോൾ സതീശൻ കേവലം ഒരു വിദ്യാർത്ഥി നേതാവ് മാത്രമായിരുന്നു എന്ന പരാമർശവും വിവാദമായി. തനിക്ക് ആഭ്യന്തര വകുപ്പും തന്നെ തുണയ്ക്കുന്ന 2 MLA-മാർക്ക് മന്ത്രിപദവും വേണമെന്ന രമേശിന്റെ പിടിവാശി നടക്കാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യട്ടെ എന്ന നിലപാടാണ് സതീശ അനുകൂലികൾക്കുള്ളത്. റവന്യൂ, ധനകാര്യം ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമല്ലാതെ ആഭ്യന്തര വകുപ്പ് കൈമാറി ഒരു ഒത്തുതീർപ്പിനെ VD സതീശൻ വഴങ്ങാനിടയില്ല. K മുരളീധരൻ, N ശക്തൻ, PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ, M വിൻസെന്റ്, TJ വിനോദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത്, VP സജീന്ദ്രൻ, M ലിജു, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രി പട്ടികയിൽ ഉണ്ട്. രമേശ് മന്ത്രിയായില്ലെങ്കിൽ IC ബാലകൃഷ്ണനും അൻവറും പകരം മന്ത്രിമാരാകും. അവസാന നിമിഷം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. VK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, VK ബഷീർ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവർക്ക് പുറമെ അന്തരിച്ച മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറും ലീഗിന്റെ പട്ടികയിലുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ കളമശ്ശേരിയിൽ നിന്നുള്ള ഗഫൂറിന് സാധ്യത ഏറെയാണ്. 2ാം പിണറായി സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന P രാജീവിനെ പരാജയപ്പെടുത്തിയാണ് ഗഫൂർ നിയമസഭയിലെത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മോൻസ് ജോസഫ്, അബു ജോൺ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ 2 പേരെ മന്ത്രിമാരാക്കണം െന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ചീഫ് വിപ്പ് പദവിയും ഒരു മന്ത്രിസ്ഥാനവും മാത്രമാണ് ജോസഫ് വിഭാഗത്തിന് കിട്ടുന്നതെങ്കിൽ അത് ആർക്കാവും എന്ന ചോദ്യത്തിന് അബുവിനാണ് സാധ്യതയെങ്കിലും തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പായേക്കും. അങ്ങനെ വന്നാൽ മോൻസ് ജോസഫ് റവന്യൂ വകുപ്പ് ചോദിച്ചേക്കും. മറ്റ് ഘടകകക്ഷികളിൽ CP ജോൺ, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ എന്നിവരും മന്ത്രിമാരാകും. KK രമ മന്ത്രിസഭയിൽ അംഗമാകാനും സാധ്യത കാണുന്നില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ രൂപം കൊള്ളുമ്പോൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. A to Z ന്യൂസ് മലയാളം 24.